എല്ലാവർക്കും എജ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9th തേർഡ് ചാപ്റ്ററാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിന് ലെറ്റേഴ്സ് എസ് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്ററിൻ്റെ പേരാണ് റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. റെഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. റെഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും. സോ റെഡോക്സ് റിയാക്ഷൻസ് എനിവേ ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടും പ്രധാനമായും രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കും. നമ്മുടെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 2 types ഓഫ് ചേഞ്ചസ്. രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ഓർ കെമിക്കൽ റിയാക്ഷൻസ്, മറ്റൊന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, അതായത് രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം. മറ്റൊന്ന് പറയുന്നത് ഭൗതിക മാറ്റങ്ങളാണ്. എന്താ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കെമിക്കൽ ചേഞ്ചസ് ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്? ഈ കെമിക്കൽ ചേഞ്ചും അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം രാസമാറ്റങ്ങളും അതുപോലെ ഭൗതിക മാറ്റങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്, വ്യത്യാസം എന്താണ് നോക്കാം. ഒരു ഉദാഹരണം, ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ് സ്റ്റേറ്റ് ചേഞ്ച് ഓഫ് വാട്ടർ. അതായത് ജലം നീരാവിയായിട്ട് മാറുന്നു. വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടറിന്റെ വേപ്പർ ആയിട്ട് മാറുന്ന ചേഞ്ച്. വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. ഓക്കെ, ഇറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. മെൽട്ടിംഗ് ഓഫ് വാക്സ്, മെഴുക് ഉരുകുന്നത്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഓൺലി ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഈസ് ചേഞ്ച്ഡ് ദെയർ. വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാത്രമാണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഖരപദാർത്ഥമാണെങ്കിൽ അത് മെൽട്ടിംഗ് ഓഫ് വാക്സ് എന്ന് പറയുമ്പോൾ ഖരപദാർത്ഥത്തിലൊരു പദാർത്ഥം ദ്രാവകമായിട്ട് മാറുന്നു, അല്ലേ? സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡായിട്ട് മാറുന്നു. ജലം നീരാവിയായിട്ട് മാറുമ്പോഴോ വാട്ടർ വേപ്പറായിട്ട് മാറുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ദ്രാവകം വാതകമായിട്ട് മാറുന്നു. അങ്ങനെ ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്. അവിടെ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ആൻഡ് ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. പഴയ അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാനും സാധിക്കും. അതായത് ജലം നീരാവിയായിട്ട് മാറുന്നു, നീരാവി നമുക്ക് തിരിച്ച് ജലമാക്കി മാറ്റാനും സാധിക്കും. അതായത് അവിടെ വസ്തുവിന് യാതൊരുവിധ ചേഞ്ച് ഉണ്ടാകുന്നത്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അവിടെ എന്തിനു മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്? ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്. സച്ച് ചേഞ്ചസ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസിന് ഉദാഹരണമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കുന്നത്. ബേണിംഗ് ഓഫ് ഫയർവുഡ്സ്, വിറക് കത്തിക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് പരിചയമില്ല. ബേണിംഗ് ഓഫ് എ പേപ്പർ, ഒരു പേപ്പർ കത്തിക്കുന്നത്. ഇതെല്ലാം എന്താണ്? കെമിക്കൽ ചേഞ്ചസ് ആണ്. ഒരു ആസിഡും ആൽക്കലിയും തമ്മിലുള്ള റിയാക്ഷൻ കെമിക്കൽ ചേഞ്ച് ആണ്. ഫോർമേഷൻ ഓഫ് വാട്ടർ, ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ജലം ഉണ്ടാകുന്നത്. ഇതെല്ലാം എന്താണ്? കെമിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബേണിംഗ് ഓഫ് ഫയർവുഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലേ? അതായത് നമ്മൾ വിറക് കത്തിക്കാറുണ്ട്. വിറക് കത്തിക്കുമ്പോൾ വി ഗെറ്റ് എ ന്യൂ സബ്സ്റ്റൻസ്. ആഷായിട്ട് മാറും, ചാരമായിട്ട് മാറും. വിറക് കത്തി ചാരമായിട്ട് മാറും. ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. വിറകിൻ്റെ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. അങ്ങനെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, സോ കെമിക്കൽ ചേഞ്ചസ് മീൻസ് ഇറ്റ് ഇസ് എ പെർമനന്റ് ചേഞ്ച്. എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ദെയർ. അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ്. അതായത് വിറക് കത്തിക്കുമ്പോൾ ചാരമായിട്ട് മാറും. ആ ചാരം എന്ന് പറയുന്നത് പുതിയ പദാർത്ഥമാണ്. നമ്മൾ പറഞ്ഞ വിറകിൻ്റെ യാതൊരുവിധ സ്വഭാവങ്ങളും കാണിക്കാത്ത ഒരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് അവിടെ മാറുന്നു. അത്തരം മാറ്റങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസും ഉണ്ട്, കെമിക്കൽ ചേഞ്ചസും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകും. കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ ചെയ്യാനായിട്ട് കുറച്ച് ക്രമീകരണങ്ങളുണ്ട്. ഞാൻ ബോർഡിൽ വരച്ച് കാണിക്കാം. ആദ്യം ഞാനൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുന്നു. ഒരു കോണിക്കൽ ഫ്ലാസ്ക്. ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തേക്ക് കുറച്ച് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കാൻ പോവുകയാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഉപ്പ് ലായനി എടുക്കാൻ പോകും. കുറച്ച് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. ടേക്ക് എ കോണിക്കൽ ഫ്ലാസ്ക് വിച്ച് കണ്ടെയ്ൻസ് 100 ml ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. 100 ml സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തിരിക്കുക. Into this conical flask, introduce a test tube which contains 10 ml of silver nitrate solution. അപ്പോൾ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തായിട്ട് ഞാനൊരു ടെസ്റ്റ് ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇതുപോലെ അപ്വേർഡ് ഡിറക്ഷനിൽ ഇൻസെർട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ട്യൂബിനെ ഈ അപ്വേർഡ് ഡിറക്ഷനിൽ ഇങ്ങനെ ഒരു മറിയാത്ത രീതിയിൽ ഞാൻ ക്രമീകരിച്ച് ചെയ്യണം. അതിനകത്ത് ഞാൻ കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. Okay, then the conical flask is closed with use of a tight cork. റബ്ബർ സ്റ്റോപ്പർ അല്ലെങ്കിൽ ഒരു കോർക്ക് ഉപയോഗിക്കുന്ന ടൈറ്റ് ആയിട്ടുള്ള ഒരു കോർക്ക് ഉപയോഗിച്ച് ഞാൻ ഈ കോണിക്കൽ ഫ്ലാസ്കിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു conical flask which contains sodium chloride solution. Into the conical flask, introduce a test tube which contains a few drops of 10 ml of silver nitrate solution. Then the conical flask is closed with the use of a cork. ഒരു റബ്ബർ സ്റ്റോപ്പർ അല്ലെങ്കിൽ കോർക്ക് ഉപയോഗിച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. Then find the mass of the whole of the arrangement using a weighing balance. Okay. അതായത് ഞാനൊരു ബാലൻസ് ഉപയോഗിച്ച്, ഒരു ത്രാസ് ഉപയോഗിച്ച് ഈ മുഴുവൻ ക്രമീകരണത്തിൻ്റെയും മാസ് കണക്കാക്കാൻ പോകും. ഒരു ബാലൻസ് ഉപയോഗിച്ച്, ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് ഈ ഹോൾ അറേഞ്ച്മെൻറ്റ് ഞാൻ മാസ് കണക്കാക്കാൻ പോവുകയാണ്. വെറുതെ മാസ് കണക്കാക്കി അപ്പോൾ അതിനകത്ത് എഴുതി കാണിച്ച് 200 ഗ്രാം. അതായത് ഈ മുഴുവൻ ക്രമീകരണത്തിൻ്റെ മാസ് എത്രയാണ്? 200 ഗ്രാം എന്ന് എനിക്ക് കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി മാസ് കണ്ടുപിടിച്ചതിന് ശേഷം ടേക്ക് ദ കോണിക്കൽ ഫ്ലാസ്ക് ആൻഡ് പ്ലേസ് ഇൻ ദി ഡൗൺവേർഡ് ഡിറക്ഷൻ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ കോണിക്കൽ ഫ്ലാസ്കിനെ എടുത്ത് കമിഴ്ത്തി അങ്ങ് വയ്ക്കും. നേരെ വെച്ച കോണിക്കൽ ഫ്ലാസ്കിനെ കമിഴ്ത്തി വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്തുമായിട്ട് കാര്യം? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനുമായിട്ട് കലരും. നല്ല ക്ലിയർ സൊല്യൂഷൻസ് ആയിരുന്നു രണ്ടും കൂടെ കലരുമ്പോൾ വി ഗെറ്റ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അവിടെ എന്ത് കിട്ടും? നമുക്കൊരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ഈ സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോം ചെയ്യും. വെളുത്തൊരു അവക്ഷിപ്തം ഫോം ചെയ്യും. ദാറ്റ് മീൻസ് എ കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ് ദിയർ. അപ്പോൾ അവിടെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള അവിടെ ഒരു രാസപ്രവർത്തനം നടന്നു കഴിഞ്ഞു. Okay, after the completion of the reaction, again find out the mass of the whole of the arrangement. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പ്രവർത്തനം നിലച്ചതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? വെളുത്ത അവശിഷ്ടം കിട്ടിയതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ മുഴുവൻ ക്രമീകരണത്തിൻ്റെ മാസ് വീണ്ടും കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇറ്റ് മേ ബി ഫൗണ്ട് ദാറ്റ് 200 ഗ്രാം. അഗൈൻ ഇറ്റ് ഈസ് 200 ഗ്രാം. അതായത് ആദ്യത്തെ മാസും പ്രസൻറ്റ് മാസും എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ഈക്വൽ ആണ്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച മാസും അതുപോലെ ഇപ്പോൾ കണ്ടുപിടിച്ച മാസും എന്താണ്? ഈക്വൽ ആണ്. റിയാക്ഷന് മുന്നേയുള്ള മാസും റിയാക്ഷന് ശേഷമുള്ള മാസും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. അപ്പോൾ അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വഴി അവിടെ മാസിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് മാസ് കൂടുന്നുമില്ല, മാസ് കുറയുന്നുമില്ല, മാസിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. ഒരു രാസപ്രവർത്തനം നടന്നു എന്ന് കരുതി അവിടെ മാസിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ പ്രവർത്തനം വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലോ അല്ലെങ്കിൽ മാസ്, ഒരു രാസപ്രവർത്തനത്തിൽ മാസ് ഉണ്ടാകുന്നില്ല മീൻസ് നിർമ്മിക്കപ്പെടുന്നില്ല, അതുപോലെ കുറയുന്നില്ല മീൻസ് മാസ് നശിപ്പിക്കപ്പെടുന്നുമില്ല. ഇങ്ങനൊരു നിയമം അല്ലെങ്കിൽ ഒരു ലോ ആവിഷ്കരിച്ചത് അന്റോയിൻ ലാവോസിയെ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. അന്റോയിൻ ലാവോസിയെ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. എന്തുകൊണ്ടെന്ന് മാസ് സംരക്ഷണം, ഈ നിയമം അറിയപ്പെടുന്ന പേരാണ് മാസ് സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് conservation of mass. During a chemical reaction, mass is neither created nor destroyed. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. നമുക്ക് ഈ പ്രവർത്തനം വഴി വ്യക്തമാണത്. നമ്മൾ പ്രവർത്തനത്തിന് മുന്നേ ഉള്ള രാസപ്രവർത്തനം നടക്കുന്നതിന് മുന്നേ ഉള്ള മാസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ആക്ച്വലി 200 gram. After the completion of the reaction, again the mass is found to be 200 gram. That means the first mass and present mass are equal. That means there is mass neither created nor destroyed. അവിടെ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. And this law is called law of conservation of mass, and this law was put forward by Antoine Lavoisier. Okay, മനസ്സിലായല്ലോ? മാസ് സംരക്ഷണ നിയമം എന്താണെന്ന് മനസ്സിലാവൂലേ? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വെച്ചുകൊണ്ട് ഞാനൊന്ന് പ്രൂവ് ചെയ്ത് തരാം. H2 plus Cl2 gives 2HCl. ഹൈഡ്രജൻ ക്ലോറിൻ്റെ ഫോർമേഷനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് ഇവിടെ 2 gram ആണ്. ഓക്കെ. ക്ലോറിൻ്റെ മാസ് എന്ന് പറയുന്നത് 71 gram ആണ്. ഓക്കെ. 2 gram ഹൈഡ്രജൻ 71 gram. ക്ലോറിനുമായി പ്രവർത്തിക്കുമ്പോൾ വി ഗെറ്റ് 73 gram HCl. അതായത് നിങ്ങൾക്ക് മനസ്സിലായി ടോട്ടൽ മാസ് ഓഫ് റിയാക്ടർ എന്ന് പറയുന്നത് 73 gram ആണ്. ഇവിടെ ഉണ്ടായ പ്രോഡക്റ്റ് എത്ര തന്നെയാണ്? 73 gram ആണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ആൻഡ് ദിസ് ലോ വാസ് പുട്ട് ഫോർവേഡ് ബൈ അന്റോയിൻ ലാവോസിയർ. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായോ? ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ആ ലോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അന്റോയിൻ ലാവോസിയർ. അദ്ദേഹത്തിൻ്റെ ചില കണ്ടുപിടുത്തങ്ങൾ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ലാവോസിയർ എന്ന് പറയുന്നത്. ലാവോസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാണ് ആരെന്ന് പറയുന്നത്?
ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആണ്. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത് അൻഡോയിൻ ലൗസിയൻ. ഹിയർ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹി ഈസ് ദ ഫസ്റ്റ് വൺ ഹൂ ക്ലാസിഫൈഡ് ദ എലമെന്റ്സ്, മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് അൻഡോയിൻ ലാവോസിയൻ. ഓക്കെ, മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ഫാദർ ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് റോബർട്ട് ബോയിലാണ്. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നത് അൻഡോയിൻ ലാവോസിയൻ. ഓക്കെ, ഹിയർ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഹി ഈസ് ദ ഫസ്റ്റ് വൺ ഹു ക്ലാസിഫൈഡ് ദ എലമെന്റ്സ്. എലമെന്റ്സിനെ ആദ്യമായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ക്ലാസിഫൈഡ് എലമെന്റ്സ്, മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് he find the role of oxygen play in combustion. Okay, ജ്വലനത്തിൽ ഓക്സിജന്റെ പങ്കിനെ കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? അൻഡോയിൻ ലാവോസിയൻ. ഇപ്പൊ ജ്വലനത്തിൽ ഓക്സിജന്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞതും ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. അപ്പൊ തേർഡ് വൺ ഈസ് റോൾ ഓഫ് ഓക്സിജൻ പ്ലേ ഇൻ കമ്പഷൻ. ഓക്കെ, റോൾ ഓഫ് ഓക്സിജൻ ഇൻ കമ്പഷൻ. ഓക്കെ, കമ്പസ്റ്റനിൽ അല്ലെങ്കിൽ ജ്വലനത്തിൽ ഓക്സിജന്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞതും ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹി ഡിസ്കവേർഡ് ദാറ്റ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഓക്സിജൻ ഈസ് അബ്സോർബ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൺ ഔട്ട്. ഓക്കെ, അതായത് ശ്വസന സമയത്ത് ഓക്സിജനെ സ്വീകരിക്കുന്നുവെന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നെന്നും കണ്ടെത്തിയത് ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. അപ്പോൾ റെസ്പിറേഷന്റെ ഫലമായിട്ട് ഡ്യൂറിങ് റെസ്പിറേഷൻ ശ്വസന ഫലമായിട്ട് ഓക്സിജനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു കണ്ടെത്തിയത്, പുറത്തേക്ക് വിടുന്നു കണ്ടെത്തിയത് ആരാണ്? അബ്സോർബ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് എന്ന് കണ്ടെത്തിയത് ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, he is the first one who classified the elements into metals and non-metals. He found out the role of oxygen play in combustion during respiration. He also discovered that during respiration oxygen is absorbed and carbon dioxide is given out or released. Next point is he find the presence of oxygen in acids like nitric acid, sulfuric acid and phosphoric acid. അപ്പോൾ ഈ പറഞ്ഞ ആസിഡുകൾ എടുക്കുമ്പോൾ ആസിഡിനകത്ത് ഓക്സിജൻ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ലാവോസിയൻ. ഹി ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ആസിഡ്സ് ലൈക്ക് നൈട്രിക്, സൾഫ്യൂരിക് ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്. നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നീ ആസിഡുകൾ എടുക്കുമ്പോൾ അവിടെ ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. അപ്പോൾ അൻഡോയിൻ ലാവോസിയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു, ഓക്സിജന്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞു, കമ്പസ്റ്റനിൽ ഓക്സിജന്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞു, റെസ്പിറേഷനിൽ ഓക്സിജനെ സ്വീകരിക്കുന്നെന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നും കണ്ടെത്തി. അതുപോലെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഓക്സിജന്റെ സാന്നിധ്യം മനസ്സിലാക്കി. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹി നെയിംഡ് ദ എലമെന്റ്സ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ എലമെന്റുകൾക്ക് പേര് കൊടുത്തത്, നെയിം ചെയ്തത് ആരാണ്? ഹി നെയിംഡ് ദ എലമെന്റ്സ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്സിജൻ, ഹൈഡ്രജൻ എന്നീ മൂലകങ്ങൾക്ക് പേര് കൊടുത്തത് ആരാണ്? അൻഡോയിൻ ലാവോസിയൻ. മനസ്സിലായല്ലോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് അൻഡോയിൻ ലാവോസിയൻ്റെ ഡിസ്കവറീസ് എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചു, ജ്വലനത്തിൽ ഓക്സിജന്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞു, റെസ്പിറേഷന്റെ ഫലമായി ശ്വസന ഫലമായിട്ട് ഓക്സിജനെ സ്വീകരിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നതും കണ്ടെത്തി. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് എടുക്കുമ്പോൾ ഓക്സിജന്റെ പങ്ക് അല്ലെങ്കിൽ അതിനകത്ത് ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾക്ക് പേരുകൾ നൽകി. മനസ്സിലായല്ലോ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ്സ് അബൌട്ട് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, അതായത് ഒരു രാസസമവാക്യത്തിനെ നമ്മൾ സമീകരിക്കാൻ പോവുകയാണ്. രാസസമവാക്യത്തിന്റെ സമീകരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്. Balancing of chemical equation. ഓക്കെ, രാസസമവാക്യത്തിന്റെ സമീകരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ സമീകൃത രാസസമവാക്യങ്ങൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഇക്വേഷൻ എടുക്കുമ്പോൾ, ഒരു രാസസമവാക്യം എടുക്കുമ്പോൾ അതിൻ്റെ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലുമുള്ള സെയിം കൈൻഡ് ഓഫ് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സച്ച് ഇക്വേഷൻസ് ആർ കോൾഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ.
Okay. In a chemical equation, the number of atoms are the same kind in the reactant side and product side are equal, then such equations are called balanced chemical equation. ഒരു രാസസമവാക്യം എടുക്കുമ്പോൾ അഭികാരകത്തിലും ഉൽപ്പന്നത്തിലുമുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? അത്തരം ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ഉദാഹരണം ഇതാണ്. For example, H2 plus O2 gives H2O. എല്ലാവർക്കും പരിചയമുള്ള ഇക്വേഷൻ. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലമായിട്ട് മാറുന്ന പ്രവർത്തനം. സോ ഈ പ്രവർത്തനത്തിൽ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷനാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് നോക്കൂ, റിയാക്ടൻ സൈഡിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആറ്റങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ആര് തന്നെയാണ്? അത് അഭികാരകത്തിലും ഉൽപ്പന്നത്തിലും ആരെ തന്നെയാണുള്ളത്? ഹൈഡ്രജനും ഓക്സിജൻ. ഞാൻ ടേബിൾ ഒരു ചെയ്യുന്നേ ഉള്ളൂ. അഭികാരകത്തിലും ഉൽപ്പന്നത്തിലും ആരാണ്? ഹൈഡ്രജനും ഓക്സിജനാണ്. ഇവിടെ നിങ്ങൾ നോക്കുന്നു, റിയാക്ടൻ സൈഡിൽ ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ്? ഇൻ ദ റിയാക്ടൻ സൈഡ് H2 മീൻസ് ഇറ്റ് ഇസ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ. ഒരു തന്മാത്രയാണ്. ഇറ്റ് കണ്ടെയ്ൻസ് 2 ആറ്റംസ്. സോ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ. O2 മീൻസ് ദാറ്റ് ഓൾസോ O2 മീൻസ് എ മോളിക്യൂൾ ഓഫ് ഓക്സിജൻ കണ്ടെയ്ൻസ് 2 ഓക്സിജൻ ആറ്റംസ്. മനസ്സിലായല്ലോ? ദെൻ H2 എടുക്കുമ്പോഴോ H2O means there are 2 hydrogen atoms and 1 oxygen atom. So when you look at the equation, you can see the number of atoms of the same kind in the reactant side and product side are not equal. കാണാൻ പറ്റുന്ന കാര്യം ഇതാണ്. അഭികാരകത്തിലും ഉൽപ്പന്നത്തിലുമുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തുല്യമല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, ഇതൊരു സമീകൃത സമവാക്യമല്ല. ഇങ്ങനെ സമീകൃത സമവാക്യം അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? സമീകരിക്കണം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ബാലൻസ് ചെയ്യാൻ പോകുന്നു. എങ്ങനെ ബാലൻസ് ചെയ്യും? സോ അങ്ങനെ ബാലൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എവിടെയാണോ നമ്പർ ബാലൻസ് ചെയ്യേണ്ടി വരുന്നത് അവിടെ നമുക്ക് അനുയോജ്യമായ ഇൻഡിജേഴ്സ് അതിൻ്റെ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ആ സിമ്പലിൻ്റെ ഇടതുവശത്തായിട്ട് അനുയോജ്യമായ സംഖ്യകൾ കൊടുത്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ആറ്റംസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി, ഇവിടെ ഹൈഡ്രജൻ എണ്ണം ഈക്വൽ ആണ്, പക്ഷേ ഓക്സിജൻ എണ്ണം എന്തല്ല? ഈക്വൽ അല്ല. എവിടെയാണ് ഈക്വൽ അല്ലാത്തത്? പ്രോഡക്റ്റ് സൈഡിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ഈക്വൽ ആകണമെങ്കിൽ 2 ആക്കണം. സോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സിമ്പലിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ആക്കാൻ വേണ്ടി സിമ്പലിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ ആ സിമ്പലിൻ്റെ, അപ്പോൾ H2O. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലൻസിങ് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ്. പ്രോഡക്റ്റ് സൈഡിനകത്തുള്ള ഓക്സിജൻ എണ്ണം തുല്യമാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ എന്താ ചെയ്തത്? 2 ഈസ് ആഡഡ് ടു ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സിമ്പൽ. ആ സിമ്പൽ എന്ന് പറഞ്ഞാൽ H2O ആണ്. അതിൻ്റെ ആ കെമിക്കൽ ഫോർമുലയുടെ ഇടതുവശത്തായിട്ട് ഞാൻ 2 കൊടുക്കാൻ പോകുന്നു. 2 ആക്കാൻ വേണ്ടി ഇവിടെ H2O മീൻസ് 1 ഓക്സിജൻ ആറ്റം. 2 ആക്കണമെങ്കിൽ 2 H2O വേണ്ടി. 2 H2O ആക്കാൻ വേണ്ടിയാണ് ഞാൻ 2 ഇവിടെ 2 കൊടുക്കാൻ പോവുകയാണ്. സോ H2 പ്ലസ് O2 gives 2 H2O. പറഞ്ഞ മനസ്സിലായോ? 2 H2O മീൻസ് ഇറ്റ്സ് മീനിങ് ഈസ് ദർ ആർ 2 വാട്ടർ മോളിക്യൂൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 2 കൊണ്ട് ഇതിനകത്തുള്ള ഇൻഡിജേഴ്സിനെ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കൊന്നുകൂടി ഈ ഒരു ടേബിൾ ഒന്നുകൂടെ വരച്ചൊക്കെ. റിയാക്ടന്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്, ആറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവിടെ നോക്കുന്നു, റിയാക്ടന്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. പ്രോഡക്റ്റ് സൈഡിൽ ഓൾസോ 2. സോറി, ഓക്സിജൻ. റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ എത്ര? 2 തന്നെയാണ്. പ്രോഡക്റ്റ് സൈഡ് എടുക്കുമ്പോൾ നൗ there are 2 into 2 ചെയ്യണം. there are 2 molecules of water. 2 into 2 ചെയ്യുമ്പോഴത്തേക്കും 4 ആയി. പ്രോഡക്റ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ 2 into 1 ആണ്. സോ 2 തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബാലൻസ്ഡ് ആയോ? ഇപ്പോഴും ബാലൻസ്ഡ് അല്ല. എന്താ പ്രശ്നം അവിടെ? റിയാക്ടന്റ് സൈഡിൽ ഹൈഡ്രജൻ 2 ഉള്ളൂ, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ഇപ്പോൾ എത്രയായി? 4 ആയി. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ആക്കണം. ഹൈഡ്രജൻ്റെ എണ്ണം 4 ആക്കണം. ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. 4 ആക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുയോജ്യമായ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 4 ആക്കാൻ 2നെ 4 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ദ റിയാക്ടന്റ് സൈഡ്. റിയാക്ടന്റ് സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണം തുല്യമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് 2 H2 പ്ലസ് O2 gives 2 H2O. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നു റിയാക്ടന്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്, ആറ്റങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, അഭികാരക ഉൽപ്പന്ന ഹൈഡ്രജൻ, ഓക്സിജൻ.
ഇവിടെ 2 into 2 4, ഇവിടെ O2 ഉള്ളൂ, സോ 2. There are 2 oxygen atoms. ഇവിടെ 2 into 2 4, 2 into 1 2. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും റിയാക്ടൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും അഭികാരത്തിലും ഉൽപ്പന്നത്തിലുമുള്ള അതത് ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തുല്യമായിട്ട് മാറി. സച്ച് ഇക്വേഷൻസ് ആർ കോൾഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ ഒരു ഇക്വേഷൻ, ഒരു സമവാക്യം തരുന്നത് ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, സൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് കൊടുത്ത് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ എല്ലാവർക്കും? വൺ മോർ എക്സാമ്പിൾ ഇസ് ദെയർ. ഒരു എക്സാമ്പിൾ ചെയ്തൊരു ഭാഗം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. Mg plus O2 gives MgO. ഓക്കെ, ഇവിടെ നമ്മൾ അഭികാരത്തിന്റെ ഉൽപ്പന്നത്തിന്റെ സൈഡിലുള്ള ആറ്റങ്ങൾ നോക്കിയാണ്. ഏതൊക്കെയാണ് നോക്കിയേ. മാഗ്നീഷ്യം, ഇവിടെ ആകെ 2 ആറ്റങ്ങളേ ഉള്ളൂ, മാഗ്നീഷ്യം ഓക്സിജനും മാത്രമേ ഉള്ളൂ. മാഗ്നീഷ്യം ഓക്സിജൻ. റിയാക്ടൻസ് സൈഡിൽ ഒരു മാഗ്നീഷ്യം, ഓക്സിജൻ 2, ഒരു മാഗ്നീഷ്യം, ഒരു ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓക്സിജൻ്റെ എണ്ണം, പ്രോഡക്റ്റ് സൈഡിലുള്ള ഓക്സിജൻ്റെ എണ്ണം തുല്യമാക്കാൻ പോവുകയാണ്. തുല്യമാക്കുക മീൻസ് രണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, O2 എന്ന് എഴുതല്ല ചെയ്യുന്നത്, ഈ ഹോൾ കെമിക്കൽ ഫോർമുല എന്ത് ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ആ കെമിക്കൽ ഫോർമുല 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ 1 ആണ്, സോ 2 ആക്കാൻ വേണ്ടി 2 into 1. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, Mg plus O2 gives 2 MgO എന്ന് വന്നു. ഓക്കെ, എഗെയിൻ നമ്മൾ നോക്കുന്നു റിയാക്ടൻറ്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ്. മാഗ്നീഷ്യം ഓക്സിജൻ, ഇവിടെ എത്ര മാഗ്നീഷ്യം, 1 മാഗ്നീഷ്യം 2 ഓക്സിജൻ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2 MgO എന്നാണ്, ഇവിടെ ബേസ് 1 ആണ്, 2 into 1 ചെയ്യണം, സോ 2 മാഗ്നീഷ്യം 2 ഓക്സിജൻ. ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, മാഗ്നീഷ്യത്തിൻ്റെ നമ്പർ എന്തല്ല, ഈക്വൽ അല്ല. സോ മാഗ്നീഷ്യത്തിൻ്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ആക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 Mg plus O2 gives 2 MgO. മാഗ്നീഷ്യത്തിൻ്റെ ഈക്വൽ ആക്കി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നു റിയാക്ടൻറ്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ് ഉള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്, magnesium and oxygen. Okay, 2 Mg means there are 2 magnesium atoms, 2 oxygen atoms, 2 into 1 2 magnesium atoms, 2 into 1 2 oxygen atoms. Now the equation becomes balanced. This is the method of balancing of a chemical equation. ഈ രീതി നമുക്ക് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ക്വസ്റ്റ്യൻസ് എഴുതിക്കൊള്ളുക. ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് സ്വന്തമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. NaOH, അപ്പോൾ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ചെക്ക് the following equations are balanced or not. If the equation is not a balanced equation, then balance it. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, താഴെ തന്നിരിക്കുന്ന സമവാക്യങ്ങൾ സമീകരിച്ചതാണോ അല്ലേന്ന് കണ്ടെത്തിയിട്ട് സമീകരിക്കാത്ത ഇക്വേഷൻസിനെ സമീകരിക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, NaOH plus HCl gives NaCl plus H2O. This is the first equation. Second equation, Mg plus HCl gives MgCl2 plus H2. Third equation, Mg plus Cl2 gives MgCl2. Fourth equation, Ca plus O2 gives CaO. ഇത്തരം ഇക്വേഷൻസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.